ജ്ഞാനപ്രകാശത്തിൻ്റെ അത്ഭുതകരമായ കൃപകൾ ലഭിച്ച, സൂര്യന് കീഴെ ഈ പ്രപഞ്ചത്തിലുള്ള സകല കാര്യങ്ങളെയും കുറിച്ച് എല്ലാ ജ്ഞാനവും ലഭിച്ച വിശുദ്ധ ആൽബർട്ടിനെ കുറിച്ച്, മഹാനായ വിശുദ്ധ ആൽബർട്ടിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ കാണുക. കുട്ടികൾക്കെല്ലാം വിജ്ഞാനത്തിൻ്റെ പല മേഖലകൾ അറിയാൻ ആഗ്രഹമുണ്ടാകും. യുവാക്കൾക്കും ആഗ്രഹമുണ്ടാകും, ഏതു മനുഷ്യനും ആഗ്രഹമുണ്ടാകും. പക്ഷേ ഒരു മേഖല മാത്രമേ ഡീപ്പായിട്ട് അറിയാനായിട്ട് സാധിക്കൂ. എന്നാൽ ഇതാ, ദൈവത്തിൻ്റെ അനന്തമായ കൃപകൾ ലഭിച്ച മഹാനായ വിശുദ്ധ ആൽബർട്ട് ദൈവസ്നേഹത്തിൻ്റെ അനന്തജ്ഞാനത്തിലേക്ക്, ഈ പ്രപഞ്ചത്തിലെ എന്തിലും ഏതിലും ദൈവത്തെ കാണാനായിട്ട് നമ്മെ വിളിക്കുകയാണ്. ആൽബർട്ട് ജർമ്മനിയിലാണ് ജനിച്ചത്. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധ അമ്മ പറഞ്ഞു, മകനെ, നിനക്കൊരു ദൈവവിളിയുണ്ട്. നീ ഒരു പൗരോഹിത്യ ജീവിതത്തിലേക്ക്, സന്യാസ ജീവിതത്തിലേക്ക് പ്രവേശിക്കണം. ഡൊമിനിക്കൻ സന്യാസ സഭയിലേക്ക് നിന്നെ വിളിച്ചിരിക്കുന്നു. ഉടനെ ഡൊമിനിക്കൻസിനുമായിട്ട് ബന്ധപ്പെട്ട അധികാരികളിലേക്ക് ആൽബർട്ട് വേഗം ചെല്ലുന്നു. അവരോട് കാര്യങ്ങൾ പറയുന്നു. അതിനു മുൻപേ തന്നെ വിളിച്ച ഈ വിളി പ്രാർത്ഥനയിലൂടെ ആഴത്തിലാക്കി ബോധ്യം വന്ന് ആ വിളിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഒരു ഡൊമിനിക്കൻ സന്യാസിയായിട്ട് തൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നു. അതിനുശേഷം പിന്നെയും പഠന മേഖലയിൽ തന്നെയാണ്. വൈദിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നു എന്നറിഞ്ഞപ്പോൾ തൻ്റെ പ്രഭുവായ തൻ്റെ അപ്പന് ഇഷ്ടപ്പെട്ടില്ല. പ്രൗഢഗംഭീരമായ, നല്ല പ്രൗഢിയുള്ള, മോഹനമായ ഡ്രസ്സിൽ നടന്ന തൻ്റെ മകൻ ഈ സാധു സന്യാസികളുടെ ഡ്രസ്സ് ഇടുന്നത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് സന്യാസിയാകുന്ന ആ കാലഘട്ടത്തിൽ തൻ്റെ മകനെ അവിടെ നിന്ന് വിളിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആളുകളെ അയക്കുകയാണ്. അപ്പോൾ മോന് മനസ്സിലായി, ഇതെന്നെ തിരിച്ചങ്ങോട്ട് കൊണ്ടുവരാനുള്ളൊരു പുറപ്പാടാണ്. വേഗം അധികാരികളോട് പറഞ്ഞു, അധികാരികളെ, പ്രിയപ്പെട്ടവരെ, എൻ്റെ അപ്പൻ എന്നെ സമ്മതിക്കണില്ല. അതുകൊണ്ട് എൻ്റെ അപ്പൻ എന്നെ കണ്ടാൽ വീണ്ടും പിടിച്ചുകൊണ്ട് പോകും. അതുകൊണ്ട് ദയവ് ചെയ്ത് അപ്പൻ അറിയാത്ത, കാണാത്ത, അകലെയുള്ളൊരു സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോയി ആക്കിയത് കൊളോണിലാണ്. അതുകൊണ്ട് കൊളോണിൽ വെച്ചാണ് സന്യാസം സ്വീകരിക്കുന്നതും പിന്നെ മുന്നോട്ട് അങ്ങോട്ടുള്ള ജീവിതം. കൊളോണിൽ തന്നെ അവിടെ സർവകലാശാലകളുണ്ട്. അവിടുത്തെ സർവകലാശാലകളിൽ അധ്യാപകനായിട്ട് പിന്നെ തൻ്റെ സ്ഥാനമേൽക്കുകയാണ്. ജർമ്മനിയിൽ ആ ഏരിയയിലുള്ള എല്ലാ കോളേജിലെയും പ്രൊഫസറായിട്ട് തൻ്റെ ജീവിത ദൗത്യം തുടരുന്നു. അതുകൊണ്ട് ആ കാലഘട്ടങ്ങളിലും എക്കാലവും അറിയപ്പെടുന്ന ഏറ്റവും പ്രശസ്തനായിട്ടുള്ള ഒരു അധ്യാപകനാണ് മഹാനായ ആൽബർട്ട്. വീണ്ടും ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു സർവകലാശാലയായ, ബുദ്ധിമാന്മാരുടെ സർവകലാശാല എന്നറിയപ്പെടുന്ന പാരീസ് സർവകലാശാലയിൽ ഫിലോസഫി പഠിപ്പിക്കുന്നതിനായിട്ട് പോകുന്നു. അവിടെ ആ കോളേജിൻ്റെ ചാർജാണ്. അപ്പോൾ ദൈവശാസ്ത്രം അധികം ഡീപ്പായിട്ട് പഠിച്ചു തുടങ്ങിയിട്ടില്ല. ആ കാലഘട്ടത്തിലാണ് ദൈവശാസ്ത്രത്തിൽ ഡോക്ടറേറ്റ് നേടുന്നത്. തുടർന്ന് ആ കോളേജുകളുടെ എല്ലാം അധികാരം ഏറ്റെടുത്തു. തൻ്റെ ഡൊമിനിക്കൻ സന്യാസ സഭയുടെ അധികാരത്തിന് കീഴിൽ പുതുതായിട്ട് 5 പഠന കേന്ദ്രങ്ങൾ കൂടി ആരംഭിക്കുന്നു. അതിൻ്റെ എല്ലാം റീജിയണൽ സുപ്പീരിയറായിട്ട് ചുമതലയേൽക്കുന്നു. ആ കാലഘട്ടത്തിലാണ് നമുക്കെല്ലാവർക്കും അറിയപ്പെടുന്ന എഴുത്തുകാരനായ വിശുദ്ധ തോമസ് അക്വീനാസ് ഒരു സ്റ്റുഡൻ്റായിട്ട് ആ കോളേജിലേക്ക് ചെല്ലുന്നത്. അതുകൊണ്ട് മഹാനായ വിശുദ്ധ ആൽബർട്ട് അറിയപ്പെടുന്നത് മഹാനായ വിശുദ്ധ തോമസ് അക്വീനാസിൻ്റെ അധ്യാപകൻ എന്ന നിലയ്ക്കാണ്. അത് ഒരു വലിയ പ്രശസ്തമായിട്ടുള്ള ഒരു ബഹുമതിയാണ്. ഈ കാലഘട്ടത്തിൽ തൻ്റെ കഴിവുകളെല്ലാം എല്ലാ മേഖലയിലേക്കും ചിന്തിക്കുകയാണ്. അങ്ങനെയാണ് 38 വിവിധ മേഖലകളിലായി 38ലധികം വാല്യം ബുക്കുകൾ എഴുതുന്നത്. ഏതെല്ലാം മേഖലകളിൽ? എല്ലാ മേഖലകളും. മാത്തമാറ്റിക്സ്, അതിൽ തന്നെ അരിതമാറ്റിക്സ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ തന്നെ എല്ലാം, ബോട്ടണി, ബോട്ടണി വിഭാഗം, സസ്യശാസ്ത്ര വിഭാഗം, അതുപോലെ സുവോളജി, ജീവശാസ്ത്രപരമായിട്ടുള്ള മറ്റ് മേഖലകൾ, ശരീരശാസ്ത്രപരമായിട്ടുള്ളത്. അതുകൊണ്ട് മെഡിക്കൽ ലെവലിലും എല്ലാ ബുക്കുകളും എഴുതുന്നുണ്ട്. മെഡിക്കലുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ എഴുതുന്നുണ്ട്. പിന്നെ കെമിസ്ട്രിയുടെ തന്നെ മിനറൽസ് കണ്ടുപിടിക്കുന്നുണ്ട്.
നമുക്കറിയാം പലതരത്തിലുള്ള മൂലകങ്ങളുണ്ട്. ഇപ്പോൾ നമ്മൾ ശ്വസിക്കുന്ന ഓക്സിജൻ, ഹൈഡ്രജൻ, അതെല്ലാം ഓരോ എലമെൻസാണ്, മൂലകങ്ങളാണ്. ഇതെല്ലാം ഓരോ ശാസ്ത്രജ്ഞന്മാർ ഓരോ കാലഘട്ടത്തിൽ കണ്ടുപിടിച്ചതാണ്. അങ്ങനെ പ്രകൃതിയിൽ അതുവരെ കാണപ്പെടാതിരുന്ന ആഴ്സനിക് എന്നുള്ള ഒരു മൂലകം, എലമെൻറ്റ് കണ്ടുപിടിച്ച് അത് പീരിയോഡിക് ടേബിളിലേക്ക് ചേർത്തത് മഹാനായ വിശുദ്ധ ആൽബർട്ടാണ്. അതുകൊണ്ട് ആൽക്കമിസ്റ്റ് എന്നും കൂടി അറിയപ്പെടുന്നു. കെമിസ്ട്രിയുടെയും രസതന്ത്ര വസ്തുക്കളുടെയും രാസവസ്തുക്കളുടെയും എല്ലാം ഒരു രാജാവ് എന്നതുപോലെ അതിൻ്റെ എല്ലാം ആധിപത്യമുള്ള ഒരു വ്യക്തി പോലെ. അതുപോലെ തന്നെ ഇനി ജോഗ്രഫി, അതുപോലെ തന്നെ ഇനി അസ്ട്രോണമി, സാമൂഹ്യശാസ്ത്രം, ആ മേഖലകളിലെല്ലാം എല്ലാം അറിവാണ്. അതുപോലെ തന്നെ എക്കണോമിക്സ്, ഹിസ്റ്ററി, ആ തരത്തിൽ. അതുപോലെ മ്യൂസിക്, അത്ഭുതം തോന്നും നമുക്കിങ്ങനെ എല്ലാ മേഖലകളെയും എങ്ങനെയാണ് പറ്റുകയെന്ന്. അതുകൊണ്ട് ഈ വിശുദ്ധൻ്റെ ചിത്രം നമുക്ക് കാണുമ്പോൾ കാണുന്നത് ഒരു തൂവൽ കൈ പിടിച്ചിട്ടുണ്ട്, തൂവൽ, അത് എഴുതുകയാണ്. അപ്പോൾ എപ്പോഴും ഒരു ബുക്ക് മുന്നിൽ കണ്ട് അങ്ങനെ ബുക്ക് പിടിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഈ എഴുത്തുകളുടെ എല്ലാം അടിയിലുള്ള പ്രത്യേകത, ഈ നമ്മൾ നേരത്തെ പറഞ്ഞു അരിസ്റ്റോട്ടിലിൻ്റെ ഫിലോസഫീനെ പഠിച്ചിട്ട് എഴുതിയതാണ്. ഈ അരിസ്റ്റോട്ടലിൻ്റെ ഫിലോസഫീനെ വിവിധ മതങ്ങളിലുള്ള എല്ലാവരും തന്നെ പഠനവിധേയമാക്കി അത് കഴിഞ്ഞിട്ട് അതിൽ തന്നെ ഏറ്റവും മേന്മയിൽ കണ്ടുപിടിച്ചിട്ട് വിലയിരുത്തിയിട്ട് അതിൽ മഹാനായ ആൽബർട്ട് കണ്ടത്, അരിസ്റ്റോട്ടിൽ കണ്ടത് യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളിലും ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പോൾ അരിസ്റ്റോട്ടിൽ എഴുതിയിട്ടുണ്ട്, അരിസ്റ്റോട്ടിൽ ഇങ്ങനെ പഠിച്ചു വന്നപ്പം നമുക്ക് സിമ്പിളാവുന്ന മനസ്സിലാവുന്ന ഭാഷയിൽ ഇപ്പോൾ ഒരു മുട്ടയെടുത്താൽ, ഇപ്പോൾ ഒരു ബയോളജിയിൽ പഠിക്കുമ്പോൾ മുട്ട എത്ര ദിവസം കൊണ്ട് ഇങ്ങനെ വിരിയുന്നു. അപ്പോൾ അരിസ്റ്റോട്ടിൽ ഇങ്ങനെ ടെസ്റ്റ് ചെയ്തു, ഒരു ദിവസം കഴിയുമ്പോൾ ഏത് അവസ്ഥയിലെത്തി, 2 ദിവസം കഴിയുമ്പോൾ ഏത് അവസ്ഥയെത്തി. അപ്പോൾ ഓരോ ദിവസം കഴിയുമ്പോഴും അതിനകത്തേക്ക് ജീവൻ വരുന്നു മുട്ടയിൽ നിന്ന്. ഇപ്പോൾ ഒരു കോഴിക്ക് അടയിരുത്തി വെച്ചാൽ മുട്ടയിലേക്ക് ജീവൻ വരുന്നു. അപ്പോൾ ഈ ജീവൻ വെറുതെ പഠനത്തിന് ഒരു നമുക്ക് പഠിക്കുന്ന ഒരു വിഷയം മാത്രമല്ല, ഈ ജീവൻ എങ്ങനെ അതിലേക്ക് പ്രവേശിക്കുന്നു, അതിന് കാരണമായ ഒരു ദൈവിക ശക്തി ഉണ്ട്. അവിടെ ഒരു ശക്തി ഉണ്ട് എന്ന് അരിസ്റ്റോട്ടിൽ പറയുന്നു. അതിനെ കൂടുതൽ ആധ്യാത്മികമായിട്ടും കൂടുതൽ മൂല്യമുള്ളതുമായിട്ടും കണ്ടുപിടിച്ചതും അതിനെ എഴുതിയതും വീണ്ടും അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്തതും മഹാനായ വിശുദ്ധ ആൽബർട്ടാണ്. അതുപോലെ ഏത് വിഭാഗത്തിലേക്ക് ചെന്നാലും, ഇപ്പം പ്രകൃതിയിലെ എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഏതെങ്കിലും മേഖലയിൽ എന്തെങ്കിലും പഠിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുകയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് അറിഞ്ഞിരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. മരങ്ങളെ അല്ലെങ്കിൽ ജന്തുക്കളെയൊക്കെ വിവിധങ്ങളായിട്ട് തരംതിരിച്ചാലും അതിനെല്ലാം കാരണമായ ആ മാനദണ്ഡം, അത് ഒറിജിൻ ചെയ്യുന്നത് അത് ഒരു വലിയ ശക്തിയിൽ നിന്നാണ്. മഹാനായ ആൽബർട്ടിന് ഇതെല്ലാം കണ്ടെത്താനുള്ളൊരു കൃപ ലഭിക്കുമ്പം എന്നും ആൽബർട്ട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ദൈവമേ, നീയാണ് സത്യം, അതുകൊണ്ട് നിന്നിൽ നിന്ന് വേണം എല്ലാ സത്യവും ഞങ്ങളിലേക്ക് ഒഴുകാനായിട്ട്. ദൈവമേ, നീയാണ് ഏറ്റവും വലിയ സന്തോഷം, നിന്നിൽ നിന്നാണ് ആ സന്തോഷം ഞങ്ങളിലേക്ക് വരിക. അതുകൊണ്ട് എന്നിലേക്കും ലോകം മുഴുവനിലേക്കും നിൻ്റെ ആ വലിയ സന്തോഷം ഒഴുക്കണേ. ഇപ്പോൾ ഞാൻ എഴുതുന്ന ഈ ബുക്ക് വായിക്കുകയും പഠിക്കുകയും പഠനവിധേയമാക്കുകയും ചെയ്യുന്ന എല്ലാവരിലേക്കും സ്വർഗത്തിൽ നിന്ന്, ഉന്നതത്തിൽ നിന്നുള്ള വലിയ ജ്ഞാനം അയക്കണമേ. സത്യത്തെ തേടാനും കണ്ടെത്താനുമുള്ള ഒരു കൃപ എല്ലാവർക്കും തരണേ. മഹാനായ ആൽബർട്ട് എല്ലാ മേഖലകളിലും പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ട് എപ്പോഴും പറയും, ഈ ലോകത്തിലുള്ള എല്ലാ അറിവിനേക്കാളും ഏറ്റവും വലുതും മികച്ചതും മൂല്യമുള്ളതുമായിട്ടുള്ള ഏക അറിവ് ധ്യാനാത്മക ജീവിതത്തിലൂടെ ആ സത്യവുമായിട്ട് ഹൃദയത്തിൽ ഉണ്ടാകുന്ന ആ കൂട്ടിമുട്ടലാണ്, ആ കണ്ടുമുട്ടലാണ്, ആ ഐക്യമാണ്. അതിനാണ് ഏറ്റവും വില. അപ്പോൾ അതുകൊണ്ട് ഏത് വിഷയം പഠിച്ചാലും അതിൻ്റെ ഉള്ളിലേക്ക് ചെന്ന് ദൈവത്തെ കാണും.